1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8008000120. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്തിനാ ഇവിടെ കിടന്ന് ഒച്ച വെച്ചേ? அம்மா இவ வந்து பயமுறுத்திட்டாமா, என்னோட உசிரே போயிடுச்சு. തേങ്ങ എടുത്ത് അനക്ക് രണ്ടും വെച്ച് തരും കേട്ടോ. മനുഷ്യൻ പേടിച്ചു പോയി. ഞാൻ എന്തോന്നത്? ചുമ്മാ മനുഷ്യനെ പേടിപ്പിച്ചെന്നേ. ടീച്ചർ എപ്പോ എത്തി? ഞാനിപ്പോ വന്ന് കേറിയുള്ളൂ. ഹാളിൽ നോക്കിയപ്പോ ആരും കണ്ടില്ല. അടുക്കളയിൽ വന്ന് നോക്കിയപ്പോ കനക ചേച്ചി ഇവിടെ നിൽക്കണം. അപ്പൊ ചുമ്മാ ഒന്ന് പേടിപ്പിക്കാന്ന് വിചാരിച്ചു. ചേച്ചിയും പേടിച്ചു, ഞാനും പേടിച്ചു. ഞാനവിടെ ഗൗരിയമ്മയുടെ മുറിയിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്നാലേ ഇവിടെ നടക്കുന്നൊന്നും കാണുകയും കേൾക്കുകയൊന്നും വേണ്ടല്ലോ. എന്തുണ്ട് വിശേഷം? അല്ല, കല്യാണക്കാരൊക്കെ എന്തായി? കല്യാണം ഒക്ടോബറിലാണ്. ഫിക്സ് ആക്കി? ഫിക്സ് ആക്കി. എന്റെ മോളെ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. എല്ലാരും വരണം. മോളുടെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാരും എന്തായാലും വന്നിരിക്കും. கண்டிப்பா நாங்க எல்லாரும் வருவோம். லெச்சு, கேசு மர்லின் எங்க? അവരാ വീടിന്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. കേശു മെല്ലൻ ഇവിടെ ഉണ്ടോ? എവിടെയാ? അങ്ങോട്ട് പോവാനാണ്. എന്റെ പൊന്നു ടീച്ചറെ ചതിക്കരുത്. രണ്ടും കൂടെ കട്ട കലിപ്പ. ഇപ്പൊ അങ്ങോട്ട് കയറി ചെന്നാലേ നല്ല രസമായിരിക്കും. അയ്യോ, എന്ത് പറ്റി? അതൊന്നും പറയണ്ട. അവര് തമ്മിൽ രാവിലെ തൊട്ടുള്ള വഴക്ക. എന്ത് വഴക്കുണ്ടാക്കിയാലും കേശു മെല്ലൻ എന്നെ കണ്ട ഹാപ്പി ആവും. അല്ലെങ്കിലും കേശുവിന് എന്നോട് പ്രത്യേക സ്നേഹമല്ലേ? അതെ അതെ അതെ, സ്നേഹമൊക്കെ തന്നെ. പക്ഷെ അവന്റെ സ്വഭാവം മാറിയ ആരോട് എന്താ പറയണ്ടെന്ന് അവനറിയാൻ പറ്റത്തില്ല. லெச்சு, இப்ப என்ன பிரச்சனை? അയ്യോ, അതാ എന്നെ വേറൊന്നും അല്ല. ഓൾറെഡി അവൻ പറഞ്ഞല്ലോ അവൾ ഇവനെ വിളിച്ചോണ്ട് അവരുടെ വീട്ടിൽ പോയിന്ന്. മെർലിന്റെ മമ്മിക്കാണെങ്കിൽ കേശുവിനെ ഭയങ്കര കാര്യമാണ്. തലയിൽ വെച്ചോണ്ടാ നടക്കുന്നത്. പിന്നെ ഇവനവിടെ ചെന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതായത് ഭാവി കാര്യങ്ങളൊക്കെ. അവരൊരു അമ്മയല്ലേ, ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പൊ ഇവൻ പറഞ്ഞു ഭാവിയിൽ ഇവന്റെ പരിപാടി കൃഷിയാണെന്ന്. ഈ കാലത്ത് കൃഷി എന്നൊക്കെ പറഞ്ഞ ആർക്ക് ദഹിക്കാനാ? അത് കഴിഞ്ഞപ്പോ ഇവൻ പറയാ ജോലി ഒന്നും സെറ്റ് ആയില്ലെങ്കിൽ ഇവൻ വല്ല കൂലിപ്പണിക്കും പോകുന്നു. ചായ പോലും കുടിക്കാതെയാണ് തിരിച്ചവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് മാത്രോ, ഇറങ്ങാൻ നേരത്തെ ഒരു ഡയലോഗ് അടിയും കൂടെ. ഞാനും മെറിലും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നേരെ ചൊവ്വയൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. അയ്യോ, ഇനി പ്രശ്നമാവോ? ആർക്കറിയാം. பிரச்சனை எல்லாம் ஆகாதம்மா. கேசு தானே, அவனுக்கு எல்லா பிரச்சனையும் நல்லா சால்வ் பண்ண தெரியும். அவன் சூப்பர் தானே. ആന്റി, ഒരു കാര്യമില്ലാതെ അവരിങ്ങനെ പൊക്കി മേളി കയറ്റുന്ന പരിപാടി ഉണ്ടല്ലോ, അതാദ്യം നിർത്തിക്കോ. കേശു സൂപ്പറാണ് പോലും. അതെന്താ ലക്ഷ്യം നീ അങ്ങനെ പറഞ്ഞേ? കേശുവിന് എന്തും ചെയ്യാനുള്ള ധൈര്യമില്ലേ? അവൻ എല്ലാവരുടെ നല്ല സ്നേഹമുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് അവന് പ്രായത്തിൽ കവിഞ്ഞ പക്വത ഉണ്ടെന്നാണ്. അതാണ് പ്രശ്നം. മീര ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എല്ലാം അവന് കുറച്ച് കൂടുതലാണ്. അതെ, അവൻ ചോനറത്തല ഭവാനിയുടെ ചെറുമോനാ. അവൻ ആരുടെ മുമ്പിൽ തല കുനിക്കേണ്ടെന്ന് ഒരാവശ്യവും ഇല്ല. പിന്നെ കുറച്ചും കൂടെ ആ ചെറുക്കനെ അങ്ങ് ഇളക്കി വിട്. സ്ഥിരമാണിത്. എന്തെങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഉടനെ കുടുംബ മഹിമയെ അഹങ്കാരത്തോടെ ഇങ്ങനെ പൊക്കി പിടിച്ചിങ്ങനെ പറയും. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഭയങ്കര മോശമാണ്. അമ്മൂമ്മയുടെ ഇതേ സ്വഭാവമാണ് ആ ചെറുക്കനും കിട്ടിയേക്കുന്നത്. ലച്ചു, നീ ഒരുപാട് അങ്ങ് നാക്ക് നീട്ടല്ലേ. അത് ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞതായി കുറ്റം. രാവിലെ തന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ. എന്തോന്ന് ടീച്ചർ ഇത്? ടീച്ചർ വരുന്ന ദിവസം മൊത്തം ഇവിടെ പ്രശ്നങ്ങളാണല്ലോ. ലച്ചു, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ബാ, അകത്തേക്ക് വാ, ബാഗൊക്കെ അവിടെ വെക്കാം. കോഫി, ചായ എന്തെങ്കിലും? ആന്റി, ഒരു ஸ்ட்ராங் காஃபி தரேன். மெர்லினுக்கும் வேணும். കല്യാണക്കുറയൊക്കെ അടിച്ചു തുടങ്ങിയോ ടീച്ചറെ? അടിച്ചു കഴിഞ്ഞു. ഒരു 2000 അടിച്ചിട്ടുണ്ട്. 2000? ഗ്രാൻഡ് പരിപാടിയാണല്ലോ. അപ്പൊ ക്ഷണമൊക്കെ എന്തായി? വിളിച്ചു തുടങ്ങിയോ? വിളിച്ചു തുടങ്ങി. ഫോണിലൂടെ വിളിക്കാനുള്ളവരൊക്കെ ഫോണിലൂടെ വിളിച്ചു. ഇനി നേരിട്ട് പോയി വിളിക്കാനുള്ളവരൊക്കെ നേരിട്ട് തന്നെ പോയി വിളിക്കണമല്ലോ. സത്യം പറഞ്ഞ ഇതൊക്കെ വലിയ ഹെക്റ്റിക് പരിപാടിയായിരുന്നു. എൻ്റെ കല്യാണമൊക്കെ എന്ത് ഗ്രാൻഡായിട്ട് നടത്തിയെന്ന് അറിയോ? കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ടും കുറെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ മറന്നുപോയി. വലിയ സീനായിരുന്നു അതൊക്കെ. അമ്മയും അച്ഛനും എറണാകുളത്തേക്ക് വരുന്നുണ്ട് കല്യാണം വിളിക്കാൻ. അപ്പൊ ഇങ്ങോട്ടും വരും, കുഴിപ്പള്ളത്തും പോവും. ഇങ്ങോട്ട് വന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ല കേട്ടോ കല്യാണത്തിന്. എന്തായാലും ഇങ്ങോട്ട് വരും.